നമ്മൾ വസിക്കുന്ന ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങൾക്കിടയിൽ ഒരു ചെറിയ നീലക്കല്ല് മാത്രമാണ്. കോടിക്കണക്കിന് വർഷങ്ങളോളമായി അനവധി ദുരന്തങ്ങൾക്കും പ്രളയങ്ങൾക്കും ഇരയായി കഴിഞ്ഞു. എന്നാൽ ഇന്നും ജീവൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അനന്തകാലം ഇതുപോലെ തുടരും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ്. ഒരു ദിവസം വരും, ഭൂമിയുടെ അവസാനത്തെ ദിനം. ഒരു തരം സംഭവം, അത്ഭുതകരവും ഭീകരവുമായ മഹാദുരന്തം, ഭൂമിയെ തന്നെ പൊടിയായി ചിതറിച്ച് കളയുന്ന ദുരന്തം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഭൂമിയെ അവസാനിപ്പിക്കാൻ പോകുന്ന 7 മഹാദുരന്തങ്ങളെയാണ്. ഭൂമിയുടെ ചരിത്രത്തിൽ ഉൽക്കാപതനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദിനോസറുകളുടെ കാലഘട്ടത്തെ അവസാനിപ്പിച്ചതുപോലും ഒരു വലിയ ഉൽക്കാപതനമാണ്. പക്ഷേ ഇന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ചെറു ഉൽക്കകൾക്ക് തുല്യമായതല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു ഭീമൻ ആസ്ട്രോയിഡ് ഭൂമിയിലെ സമുദ്രത്തിൽ പതിക്കുകയാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആ ഇടിയുടെ ചൂടും ആഘാതവും സമുദ്രത്തെ തന്നെ സൂപ്പർ ഹീറ്റ് ചെയ്യും. വെള്ളത്തിന്റെ താപനില 49 ഡിഗ്രി സെൽഷ്യസിലും മുകളിലേക്ക് ഉയരും. അത് ഭൂമിയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റിനെ ജനിപ്പിക്കും. ഈ ഭീകര കൊടുങ്കാറ്റിന്റെ പേര് ഹൈപ്പർ കെയിൻ എന്നാണ്. കാറ്റിന്റെ വേഗം ശബ്ദത്തിന്റെ വേഗതയോളം വരും. മേഘങ്ങൾ 40 കിലോമീറ്റർ ഉയരത്തിൽ വരെ പൊങ്ങും. അതായത് വിമാനങ്ങൾ പറക്കുന്ന ഉയരത്തിനും അതീതമായി. ഈ കൊടുങ്കാറ്റ് വായുമണ്ഡലത്തിലേക്ക് വെള്ളവും എയർ സോളുകളും എല്ലാം വലിച്ചെറിയും. അതിനാൽ ഭൂമിയുടെ ഓസോൺ പാളി തകർന്നടിയും. ഓസോൺ ഇല്ലാതെ സൂര്യന്റെ കഠിന അൾട്രാവയലറ്റ് കിരണങ്ങൾ നേരിട്ട് ഭൂമിയിലെത്തും. അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പർ കെയിന്റെ കാറ്റ് നമ്മളെ ആരെയും പറത്തിക്കൊണ്ട് പോയില്ല എങ്കിൽ പോലും സൂര്യന്റെ കിരണങ്ങളാൽ നമ്മൾ പൊള്ളിത്തീരാൻ തുടങ്ങും. മാത്രമല്ല, ഈ കൊടുങ്കാറ്റുകൾ ഒരിക്കൽ രൂപപ്പെട്ടാൽ ആഴ്ചകളോ മാസങ്ങളോ തുടരും. സമുദ്രങ്ങളും കരകളും മനുഷ്യരും മൃഗങ്ങളും ഒന്നിനും രക്ഷയില്ലാതാകും. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ചുഴലിക്കാറ്റുകളെല്ലാം വളരെയേറെ ചെറുതായി തോന്നും ഹൈപ്പർ കെയിന്റെ മുന്നിൽ. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ജൂപ്പിറ്റർ ആണ്. ഇത് ഒറ്റയ്ക്ക് തന്നെ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഭാരത്തിന്റെ ഇരട്ടിയോളമാണ്. ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാതകങ്ങൾ സൂര്യനെ നിർമ്മിച്ച അതേ ഘടകങ്ങളാണ്, ഹൈഡ്രജനും ഹീലിയവും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജൂപ്പിറ്ററിന്റെ ഭാരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് കൂടുതലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്? അപ്പോൾ ജൂപ്പിറ്റർ ഒരു ഗ്രഹമായിരിക്കില്ല, മറിച്ച് ഒരു നക്ഷത്രമായി മാറും. അതായത് നമ്മുടെ സൗരയൂഥത്തിൽ 2 നക്ഷത്രങ്ങൾ, സൂര്യനും ജൂപ്പിറ്ററും. ഈ പുതിയ നക്ഷത്രം ഉണ്ടാകുന്നതോടെ എല്ലാ ഗ്രഹങ്ങളുടെയും പരിക്രമണ പഥം മാറും. ഭൂമി ജൂപ്പിറ്ററിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെട്ട് വലിച്ചടിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയായാൽ സൂര്യനെ പോലെ ചൂട് പുറപ്പെടുവിക്കുന്ന ജൂപ്പിറ്ററിന്റെ തീയിൽ ഭൂമി വെന്തില്ലാതെയായി പോകും. മറ്റൊരു സാധ്യത, ഭൂമിയെ പരിപൂർണമായും പുറത്തേക്ക് തള്ളി സൗരയൂഥത്തിന് പുറത്തേക്ക് എറിയപ്പെടാം. അപ്പോൾ ഭൂമി ഒരു റോങ് പ്ലാനറ്റായി മാറും. സൂര്യന്റെ ചൂടോ വെളിച്ചമോ ഇല്ലാതെ ബാഹ്യമായ ആകാശത്ത് അനന്തമായി അലഞ്ഞു തിരിഞ്ഞു നടക്കും. സൂര്യന്റെ ചൂടില്ലാതാകുന്നതിനാൽ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ മഞ്ഞായി മാറും. സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം ഇല്ലാതെയാകും. ഇങ്ങനെ ജൂപ്പിറ്റർ ഒരു നക്ഷത്രമായി മാറുന്ന ദിനം ഇന്നത്തെ ഭൂമിയുടെ അവസാനത്തെ ദിവസമായിരിക്കും. ഭൂമിയിൽ ഇതുപോലെ ജീവൻ നിലനിൽക്കുന്നത് ഒരു കാരണത്താലാണ്, സൂര്യൻ. സൂര്യൻ നമുക്ക് വെളിച്ചവും ചൂടും നൽകി ജീവനെ വളർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ സൂര്യനും ശാശ്വതമല്ല. സൂര്യൻ ഒരു സെക്കൻഡിൽ 600 ദശലക്ഷം ടൺ ഹൈഡ്രജനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ആ ഹൈഡ്രജൻ മുഴുവൻ തീർന്നു പോകും. സൂര്യന്റെ ജീവിതം അപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറും. ഹൈഡ്രജൻ തീരുമ്പോൾ സൂര്യന്റെ കോർഭാഗം മുഴുവനും ഹീലിയം കൊണ്ട് നിറയും. കോർ ചുരുങ്ങാൻ തുടങ്ങും. അതോടെ അമിതമായ മർദ്ദവും ചൂടും ഉയർന്നു വരും. അതിന്റെ ഫലമായി സൂര്യൻ കൂടുതൽ ഊർജം പുറത്തേക്ക് വിടും. സൂര്യന്റെ പുറംപാളികൾ വ്യാപിച്ച് സൂര്യൻ ഒരു വലിയ ചുവന്ന നക്ഷത്രം അഥവാ റെഡ് ജെയിന്റായി മാറും. അപ്പോഴുള്ള നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്നാൽ മഹാസമുദ്രങ്ങൾ മുഴുവൻ വാതകമായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ടുണ്ടാകും.
ഭൂമിയുടെ ഉപരിതലം ചുട്ടുപൊള്ളുകയും പൊടിയായി മാറുകയും ചെയ്യും. ജീവനുള്ള ഒന്നും തന്നെ അപ്പോൾ ഭൂമിയിൽ അവശേഷിക്കില്ല. റെഡ് ജയന്റായി വളർന്ന സൂര്യൻ ഒടുവിൽ ഭൂമിയെ തന്നെ വിഴുങ്ങും. ഒരിക്കൽ ജീവനെ വളർത്തിയ നക്ഷത്രം അതേ ജീവനെ അവസാനിപ്പിക്കും. സൂര്യൻ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു. പക്ഷേ സൂര്യന്റെ അവസാന രൂപം എന്നത് കൂടുതൽ ഭീകരവും കൂടുതൽ അപകടകരവുമായിരിക്കും. സൂര്യൻ വളർന്ന് റെഡ് ജയന്റ് ആയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷേ സൂര്യന്റെ ഭാരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നുവെങ്കിൽ സൂര്യന്റെ മരണം എന്നത് അത്ഭുതകരമായ ഭീകരമായ രൂപമായി മാറിയേനെ. ബ്ലാക്ക് ഹോളിന്റെ ഗുരുത്വാകർഷണം അത്ര ശക്തമാണ്. വെളിച്ചം പോലും അവിടെ നിന്നും രക്ഷപ്പെടുകയില്ല. അത് സമീപത്തെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ചൂഷണം ചെയ്ത് വിഴുങ്ങും. ഒരു ബ്ലാക്ക് ഹോളിന്റെ മുന്നിൽ ഭൗതിക നിയമങ്ങളെല്ലാം സമയവും സ്ഥലങ്ങളും അടക്കം വളഞ്ഞു പോകും. ഒരു ബ്ലാക്ക് ഹോൾ നമ്മുടെ സൗരയൂഥത്തിനുള്ളിൽ രൂപപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ഭൂമിയിൽ ഭീകരമായ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും ഉണ്ടാകും. ബ്ലാക്ക് ഹോളിന്റെ അസാമാന്യമായ ഗുരുത്വാകർഷണം ഭൂമിയെ വലിച്ചു നീട്ടും. അതാണ് സ്പെഗറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഓരോ കണവും ഒരു റബ്ബർ ബാൻഡ് പോലെ നീണ്ട് ഒടുവിൽ പൊടിയായി മാറും. ഭൂമിയിലുള്ള ഓരോ അണുക്കളും ചിന്നിച്ചിതറിപ്പോകും. ബ്ലാക്ക് ഹോളിന്റെ ആഴങ്ങളിലേക്ക് ഒരു മൂല്യവുമില്ലാത്ത വസ്തുവായി ഭൂമി പതിക്കും. ഇപ്പോൾ ഭൂമിയിൽ ഒരേ സമയം 10 മുതൽ 20 വരെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവയുടെ ചാരം, വാതകം, ലാവ എന്നിവ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരിക്കൽ ഭൂമിയിലെ എല്ലാ അഗ്നിപർവ്വതങ്ങളും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചാലോ? 1000 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള പാറകൾ മണിക്കൂറിൽ 700 കിലോമീറ്റർ വേഗതയിൽ ആകാശത്തിലൂടെ പറക്കും. വിസ്മയകരമായ ലാവാ നദികൾ ഭൂഖണ്ഡങ്ങളെ വിഴുങ്ങും. ഭൂമി തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി ഭൂമിയിലെ ധ്രുവങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിത്തെറിയിൽ നിന്നുയരുന്ന ചാരവും വാതകങ്ങളും ഭൂമിയെ മുഴുവൻ മൂടും. സൂര്യന്റെ വെളിച്ചം ഭൂമിയിലെത്താൻ ഒരു വഴിയുമില്ല. ലോകം മുഴുവൻ ഇരുട്ടിൽ മുങ്ങും. അന്തരീക്ഷം ശ്വാസം മുട്ടുന്ന മേഘങ്ങളാൽ നിറയും. സൂര്യന്റെ ചൂട് തടഞ്ഞുകൊണ്ട് ഭൂമിയെ ഒരു പുതിയ ഐസ് ഏജിലേക്ക് തള്ളിവിടും. ചൂടേറിയ ലാവാപ്പുഴകൾ ആദ്യം ഭൂമിയെ കരിഞ്ഞ ചുട്ട ഭൂഖണ്ഡമാക്കും. എങ്കിലും പിന്നീട് സൂര്യപ്രകാശം തടയുന്നതിനാൽ ഭൂമിയുടെ താപനില വളരെ വേഗം കുറയും. അങ്ങനെ താപനില കുറഞ്ഞ് ഭൂമി മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടപ്പെടാൻ തുടങ്ങും. ജീവജാലങ്ങൾക്ക് ഭക്ഷണമില്ല, ചൂടില്ല, വെളിച്ചമില്ല. മനുഷ്യർക്കും മൃഗങ്ങൾക്കും രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. എല്ലാ അഗ്നിപർവ്വതങ്ങളും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഭൂമി ജീവിക്കാൻ കഴിയാത്ത മരണഗ്രഹമായി മാറും. ജീവന് വീണ്ടും മടങ്ങിയെത്തുവാൻ അന്തരീക്ഷത്തിലെ കറുത്ത മേഘങ്ങൾ മാറിപ്പോകേണ്ടി വരും. അതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. നമ്മുടെ ഭൂമി 23 മണിക്കൂറുകളും 56 മിനിറ്റുകളും 4.1 സെക്കൻഡുകളും എടുത്താണ് ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നത്. എന്നാൽ ഈ വേഗം എല്ലായിടത്തും ഒരുപോലെയല്ല. ഭൂമധ്യരേഖ പ്രദേശത്തും ധ്രുവങ്ങളിലും വളരെയേറെ വ്യത്യാസമുണ്ട്. ഈ ഭ്രമണമാണ് പകലും രാത്രിയും കാലാവസ്ഥയും സമുദ്രത്തിലെ ടൈഡുകളും എല്ലാം നിയന്ത്രിക്കുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഭ്രമണത്തിന്റെ വേഗത കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? 0.45 മീറ്റർ പെർ സെക്കൻഡ് കൂടിക്കഴിഞ്ഞാൽ ദിവസവും വെറും 1.5 മിനിറ്റ് കുറയും. വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ സമുദ്രനിരപ്പ് കുറച്ച് സെന്റിമീറ്ററുകൾ വരെ മാത്രം ഉയരും. 45 മീറ്റർ പെർ സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ദിവസങ്ങൾ വെറും 22 മണിക്കൂറുകൾ മാത്രമാകും. ശരീരത്തിന് ജെറ്റ് ലാഗ് പോലുള്ള അസ്വസ്ഥതയുണ്ടാകും. സമുദ്രനിരപ്പ് 9 മുതൽ 20 മീറ്റർ വരെ ഉയരും. ന്യൂയോർക്കും മുംബൈയും വെനീസും വെള്ളത്തിനടിയിലാകും. 920 മീറ്റർ പെർ സെക്കൻഡ് ആയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയോളം വേഗതയായി കഴിഞ്ഞാൽ വെള്ളം ഉയർന്ന് ഭൂമിയിലെ എല്ലാ നഗരങ്ങളെയും മുക്കും. കിളിമഞ്ചാരോ പോലുള്ള വലിയ ഉയർന്ന പർവ്വതങ്ങൾ മാത്രം വെള്ളത്തിന് മുകളിൽ നിൽക്കും. ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ നിന്നും തെറ്റിപ്പോകും. ആശയവിനിമയം, ടെലഫോൺ, പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തകരും. കാലാവസ്ഥ മുഴുവൻ മാറി മറിയും. ഇനി ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത 7886 മീറ്റർ പെർ സെക്കൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഗുരുത്വാകർഷണത്തിന് നമ്മെ ആരെയും പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരും. മനുഷ്യരടക്കം ഭൂമിയിലെ സകല വസ്തുക്കളും ആകാശത്തിലേക്ക് പറന്നു പോകും. മഴ പോലും മുകളിലേക്ക് പൊങ്ങും.
റിവേഴ്സ് റെയിൻ. ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത 11,000 മീറ്റർ/സെക്കൻഡ് എന്ന വലിയ വേഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ധ്രുവങ്ങൾ ചായും. വലിയ ഭൂകമ്പങ്ങളും പൊട്ടിത്തെറികളും സംഭവിക്കും. ജീവന് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയെത്തും. ഇനി ഭൂമിയുടെ കറക്കം പ്രകാശത്തിന്റെ വേഗതയിലെത്തിയാലോ? അപ്പോൾ സമയം തന്നെ അടഞ്ഞുപോകും. ഭൂമി ഒരു ചെറിയ ബ്ലാക്ക് ഹോള് മാത്രമാകും. ജീവന് ഒരിടത്തേക്കും രക്ഷപ്പെടാൻ സാധിക്കാതെ വരും. ഇപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് കാറ്റഗറി 5 ഹാരിക്കെയിൻ ആണ്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 250 കിലോമീറ്റർ കഴിഞ്ഞാൽ അത് കാറ്റഗറി 5 ആണ്. ഇത്തരം കൊടുങ്കാറ്റുകൾക്ക് നഗരങ്ങളെ തകർക്കാനും കടൽ തീരങ്ങളെ മുക്കിക്കളയുവാനും ശേഷിയുണ്ട്. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഭാവിയിൽ കാറ്റഗറി 6 എന്ന സൂപ്പർ ഹാരിക്കെയിൻ ഉണ്ടായേക്കാമെന്ന്. ആ കാറ്റിന്റെ വേഗത 350 മുതൽ 400 കിലോമീറ്റർ/അവർ ആണ്. സമുദ്രത്തിൽ നിന്നും ഉയരുന്ന 15 മീറ്റർ ഉയരമുള്ള തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കും. മുഴുവൻ നഗരങ്ങളും വെള്ളത്തിനിടയിൽ മറിഞ്ഞു പോകും. ആകാശചുംബികൾ പോലും വേരോടെ തകർന്നു വീഴും. പാലങ്ങളും ഹൈവേകളും ഒറ്റ ചുഴിയിൽ തന്നെ ഇല്ലാതായി പോകും. വൈദ്യുത ലൈനുകളും ആശയവിനിമയ സംവിധാനങ്ങളുമെല്ലാം പരിപൂർണമായും നിലച്ചുപോകും. 100 കണക്കിന് കിലോമീറ്ററുകൾ വരെ വെള്ളപ്പൊക്കമുണ്ടാകും. അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ, സമുദ്രത്തിന്റെ സമീപത്തുള്ള രാജ്യങ്ങളെല്ലാം പരിപൂർണമായും നശിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാതെ ഒഴിഞ്ഞു പോകേണ്ടി വരും. ഭക്ഷ്യവിതരണം തകരും. ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിയും. ഇത്തരം ഒരു സൂപ്പർ ഹാരിക്കെയിൻ കാലാവസ്ഥയിലെ ടൈം ബോംബ് പോലെയാണ്. മനുഷ്യർ കാർബൺ ഉൽപാദനം കുറയ്ക്കാതെ പോയാൽ ഭാവിയിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സ്ഥിരമായി സംഭവിക്കാം. നമ്മുടെ ഭൂമി ഇതുവരെ നിരവധി വിപത്തുകൾ മറികടന്നാണ് ഇന്നത്തെ സ്ഥിതിയിലെത്തിയത്. പാഞ്ചിയായുടെ പിളർച്ച, ഡൈനോസറുകളെ ഇല്ലാതാക്കിയ വലിയ ഉൽക്കാപതനം, അനവധി ഹിമയുഗങ്ങൾ. ഈ ദുരന്തങ്ങളെല്ലാം ഭൂമിയെ പുതിയ രൂപത്തിലേക്ക് മാറ്റിമറിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു ദിവസം വരാൻ പോവുകയാണ്. ഭൂമിയുടെ കഥ തന്നെ അവസാനിക്കുന്ന ആ ദിവസം. ഈ പ്രപഞ്ചത്തിൽ ഭൂമി ഒരു ചെറിയ നീലക്കല്ല് മാത്രമാണ്. അതിന്റെ ആയുസ്സും വെറും നിമിഷങ്ങൾ പോലെ ചെറുതാണ്. പക്ഷേ ആ ചെറു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ധാരാളം സ്വപ്നങ്ങൾ കണ്ടു, സംസ്കാരങ്ങൾ പടുത്തുയർത്തി, ജീവിതം ആവോളം ആസ്വദിച്ചു. അതിനാൽ ഭൂമിയുടെ അന്ത്യദിനം വരുന്നതിന് മുൻപ് ജീവിതത്തെ വിലമതിക്കുകയും നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യണം. തന്റെ സകലതും നൽകി നമ്മെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രകൃതിയെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. നമ്മുടെ ഒരു പ്രവൃത്തിയും പ്രകൃതിയുടെ നാശത്തിന് കാരണമാകരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.